ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് നോക്കാം. ഇന്ന് നമ്മൾ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വാനമ്പാടിയായ സരോജിനി നായിഡു എഴുതിയ ഒരു കവിത. Written by the Nightingale of India. Who is that? അപ്പോൾ ഇന്ത്യയുടെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി. That's right. You are correct, children. It is Sarojini Naidu, the Nightingale of India. Let's ponder into her life and know more about her. അപ്പോൾ സരോജിനി നായിഡു ഒരു ഫേമസ് ഇന്ത്യൻ പോയറ്റാണ്, കവിയാണ്. അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്, മേജർ ഫ്രീഡം ഫൈറ്ററാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് സരോജിനി നായിഡു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റേറ്റിൽ വനിതാ ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു കൂടുതലും കുട്ടികളുടെ സാഹിത്യമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ സരോജിനി നായിഡുവിനെ അതുകൊണ്ട് തന്നെ അവരുടെ പോയംസ്, കവിതകളും മനോഹരമായിട്ടുള്ള പാട്ടുകളും കാരണമാണ് ഇന്ത്യയുടെ വാനമ്പാടി, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടത്. I am sure you are aware of the poet now. Now, let me ask you a question. Have you been to a forest? അപ്പം ഇപ്പം എല്ലാവർക്കും സരോജിനി നായിഡുവിനെ പറ്റി ഒരു ഇൻഫർമേഷൻ എല്ലാം കിട്ടിയല്ലോ. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും ഫോറസ്റ്റിൽ പോയിട്ടുണ്ടോ? കാടുകളിൽ പോയിട്ടുണ്ടോ? വനങ്ങളിൽ? Not many. But you have been in nature, haven't you? Heard the sound of birds, animals, have seen many beautiful flowers. അപ്പം എല്ലാവരും വനങ്ങളിൽ പോയിട്ടുണ്ടാകില്ല, പക്ഷെ നിങ്ങളെല്ലാവരും പ്രകൃതിയെ അടുത്തറിഞ്ഞിട്ടുണ്ടാകും അല്ലേ? ഒരുപാട് പക്ഷികളുടെ കിളിനാദവും ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ പലതരത്തിലുള്ള പുഷ്പങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. Do you have an unforgettable dream? നിങ്ങൾക്ക് ആർക്കെങ്കിലും മറക്കാനാകാത്ത ഒരു സ്വപ്നമുണ്ടോ? Of course, all of us have dreams. Our great poet Sarojini Naidu too had a great... എല്ലാവരും സ്വപ്നം കണ്ടിട്ടുള്ളവരാണല്ലേ? നമ്മുടെ ഈ കവി സരോജിനി നായിഡുവും ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു സ്വപ്നം? dream. A dream of life, a vision for her motherland. ജീവിതത്തെ പറ്റിയുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു. അത് എന്താണ്? സ്വന്തം ജന്മനാടിനെ പറ്റിയുള്ള ഒരു സ്വപ്നം. Let's see the poem A Song of a Dream by Sarojini Naidu. അപ്പോൾ നമുക്ക് ഈ കവിത കേൾക്കാം. സോങ് ഓഫ് എ ഡ്രീം, സരോജിനി നായിഡുവിൻ്റെ സോങ് ഓഫ് എ ഡ്രീം, ഒരു സ്വപ്നത്തിൻ്റെ പാട്ട് എന്ന കവിത നമ്മൾക്ക് കേൾക്കാം. അപ്പം ജന്മനാടിനെ പറ്റിയുള്ള സരോജിനി നായിഡുവിൻ്റെ സ്വപ്നമാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് സരോജിനി നായിഡു എഴുതിയ ഒരു കവിതയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് എഴുതിയ ഒരു കവിതയാണിത്. Song of a Dream by Sarojini Naidu. Once in the dream of a night I stood, lone in the light of a magical wood, soul deep in visions that poppy-like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed, in that magical wood, in the land of sleep. Alone in the light of that magical grove, I felt the stars of the spirits of love gather and gleam round my delicate youth, and I heard the songs of the spirits of truth. To quench my longing I bent me low by the streams of the spirits of peace that flow in that magical wood, in the land of sleep. Children,
Did you understand this first answer? Once in the അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻസർ മനസ്സിലായോ? ഫസ്റ്റ് ആൻസർ ഒന്നുകൂടി പാടാം. dream of a night I stood, lone in the light of a magical wood, soul deep in visions that poppy-like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed in that magical wood in the land of sleep. Is it clear? There are some words which you find difficult. So let us discuss those words. അപ്പോൾ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയോ അത് സ്റ്റാൻസ? അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ടല്ലേ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. First one is lone. What is lone? ഫസ്റ്റ് വേർഡ് ലോൺ എന്നാണ്. ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥമാണ് അല്ലേ? Lone, alone, lonely, ഒറ്റയ്ക്കാണ്. That is what is happening here. The poet is dreaming. In her sleep, she is dreaming. And അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പോയിട്ട് എന്താണ്, ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്, ഡ്രീം ചെയ്യുകയാണ്. so she is going to a dreamland where she is alone. അപ്പം സ്വപ്നം കാണുന്നത് കൊണ്ട് എന്താണ്, പോയിട്ട് ഒരു ഡ്രീം ലാൻഡ്, ഒരു സ്വപ്ന ലോകത്തേക്ക് പോവുകയാണ്. ആ സ്വപ്ന ലോകത്ത് പോയിട്ട് ഒറ്റയ്ക്കാണ്. That means there is no one with her. She is alone. അതായത് അവിടെ ആരുമില്ല, പോയിട്ടിനൊപ്പം അവിടെ ഒറ്റയ്ക്കാണ്, ലോൺ. Clear? The next word is magical wood. What are woods? A group of trees. അപ്പം അടുത്തത് മാജിക്കൽ വുഡ്സ് എന്ന് പറഞ്ഞ വേർഡാണ്. വുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം മരങ്ങളല്ലേ, അതാണ് വുഡ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പം മാജിക്കൽ, ഒരു മായാ വനം, അത് ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് വനം അല്ലേ. അപ്പോൾ വുഡ്സ്, ഒരു മായാ വനത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് പോയിട്ട് സ്വപ്നലോകത്ത്. So she is in a dreamland. So everything over there, poet feels as magical. അപ്പം എന്താണ്, പോയിട്ടൊരു ഡ്രീം ലാൻഡ്, ഒരു സ്വപ്നലോകത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും മായ പോലെ മാജിക്കലായിട്ട് പോയിട്ടിന് ഫീൽ ചെയ്യുന്നു. That is why the term magical wood is used here. അതുകൊണ്ടാണ് ഇവിടെ മാജിക്കൽ വുഡ് എന്ന ടേം യൂസ് ചെയ്തിരിക്കുന്നത്. This one, poppy. What is poppy? അപ്പോൾ അടുത്ത ടേം പോപ്പിയാണ്. പോപ്പി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? പോപ്പി ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ടൈപ്പ് ഫ്ലവർ ആണ് പോപ്പി. You have seen beautiful flowers all around you, haven't you? Rose, jasmine, lotus. But this flower has an importance. It is അപ്പം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് തരത്തിലുള്ള പുഷ്പങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? റോസാപ്പൂ, മുല്ലപ്പൂ, അങ്ങനെ പല തരത്തിലുള്ള പൂക്കൾ. പക്ഷേ ഈ പോപ്പി ഫ്ലവറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് അറിയുമോ? sedative. There are beautiful flowers of poppy which are red. അപ്പോൾ ഈ പോപ്പി ഫ്ലവേഴ്സ് സെഡേറ്റീവ് ആണ്. നിങ്ങൾ അത് മണക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉറക്കം വരുന്ന പോലത്തെ ഒരു ഫീല് വരും. അങ്ങനത്തെ പുഷ്പങ്ങളാണ് ഈ പോപ്പി ഫ്ലവേഴ്സ്. Red and yellow. And this flower is important here because when you smell this flower, you feel sleepy. It is sedative in nature. Okay, so that is the importance of poppy here. അപ്പം എന്താണ്, ഈ പൂക്കൾ മണക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഉറക്കം വരുന്ന, ഒരു സ്ലീപ്പി ആയിട്ട് നമുക്ക് തോന്നും, നമുക്ക് ഉറക്കം വരുന്ന പോലെ തോന്നും. അത് സെഡേറ്റീവ് ആണ്. അതുകൊണ്ട് ഈ പൂവിന്, അതാണ് ഈ പൂവിൻ്റെ ഇമ്പോർട്ടൻസ്. And it is a beautiful flower, and the way it sprouts out, it blooms, it's beautiful. അതുപോലെ ഈ പുഷ്പം വളരെ ഭംഗിയാണ് കാണാൻ. അതുപോലെ ഈ പൂക്കൾ ബ്ലൂം ചെയ്യുന്നത്, വിടരുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. See, okay, maybe this blooming flower, just like the blooming flower, whatever visions the poet had in her mind is coming out through her dream. അപ്പം ഈ പൂ വിടരുന്ന പോലെ എന്താണ്, പോയറ്റിൻ്റെ മനസ്സിലുള്ള എന്ത് സ്വപ്നമാണെങ്കിലും ആ ഒരു വിഷൻ, ആ പോയറ്റിൻ്റെ മനസ്സിലുള്ള ആ വിഷനും ഈ സ്വപ്ന ലോകത്ത് ആ പൂ വിടരുന്ന പോലെ വിടരുകയാണ്. Dreamland. That may be in the poet's mind when she was writing this line. Another specialty of poppy is that the pod of the poppy, it explodes
its proud sound. Maybe that too is there in poet's mind. അപ്പം പോപ്പിയുടെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ പോപ്പി സീഡ്സിൻ്റെ ആ തോടുണ്ടല്ലോ അത് പൊട്ടി തെറിക്കുകയാണ് ചെയ്യാറുള്ളത്. ആ തോട് സീഡ്സ് പുറത്തേക്ക് വരാൻ അതിൻ്റെ ആ തോട് പൊട്ടിത്തെറിക്കും. അപ്പം അതുപോലെ എന്താണ് പോയറ്റിൻ്റെ മനസ്സിലുള്ള ചിന്തകളും ആ സ്വപ്ന ലോകത്ത് പോപ്പി സീഡിൻ്റെ പോട് പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കുകയാണ്. So it can be compared to a flower's blooming nature or the poppy pods exploding, her feelings exploding out in her dreamland. അപ്പം ആ വരികളുടെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്. സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ് എന്ന് പറഞ്ഞ വരികളുടെ അർത്ഥം പോപ്പീസ് സ്പ്രൗട്ട് ചെയ്യുന്ന പോലെ, അതായത് പോപ്പി ഫ്ലവർ വിരിയുന്ന പോലെ എന്താണ്, അല്ലെങ്കിൽ പോപ്പിയുടെ പോഡ് എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെ, പൊട്ടിത്തെറിക്കുന്ന പോലെ പോയറ്റിൻ്റെ മനസ്സിലുള്ള ചിന്തകളും അതുപോലെ പൊട്ടിത്തെറിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് വിടരുകയാണ്. Spirits of truth is the next word. What is that? അപ്പോൾ അടുത്ത വേർഡ് സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് എന്നാണ്. അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. When the poet arises in this dreamland, she is able to see the spirits of truth, angels of truth, singing beautifully, just as the birds sing. അപ്പം ഈ കവി ആ സ്വപ്ന ലോകത്ത് എത്തുമ്പോൾ അവർ മാലാഖകളെ കാണുന്നു. ഏഞ്ചൽസ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മാലാഖകൾ വളരെ എന്താണ് കിളികളെ പോലെ, വളരെ പക്ഷികളെ പോലെ വളരെ സുന്ദരമായി പാടുന്നത് കേൾക്കുന്നു. Angels of truth is compared to the birds that sing. അപ്പം അവിടുത്തെ ഈ എന്താണ് സത്യത്തിൻ്റെ മാലാഖകളെ എങ്ങനെ പാടുന്നു എന്നാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷികൾ പാടുന്ന പോലെ തന്നെ ഉണ്ടെന്നാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. Is it clear, children? മനസ്സിലായോ? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. അപ്പം എന്താണ് സ്പിരിറ്റ്സ്? അപ്പം ഏഞ്ചൽസ് ഓഫ് ട്രൂത്ത്, സ്വപ്നത്തിൻ്റെ മാലാഖകളെ കമ്പയർ ചെയ്തിരിക്കുന്നത് പാടുന്ന പക്ഷികളുമായിട്ടാണ്. ദ പോയറ്റ് ഈസ് യൂസിങ് എ മെറ്റഫർ ഹിയർ. ഒരു മെറ്റഫറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഒരു അലങ്കാരം. Now here she is in a period before independence. So you can imagine. അപ്പം ഇവിടെ ഈ കവിത എഴുതിയിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ളൊരു സമയത്താണ്. Imagine the condition of India then. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ. The poet feels for a land of truth. She is. അപ്പോൾ എന്താണ് കവിക്ക്, അതായത് ആ സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല, ആ സമയത്താണ് കവിത എഴുതുന്നത്. അപ്പോൾ കവിക്ക് എന്താണ് സത്യത്തിൻ്റെ ഒരു നാട് വേണമെന്നുള്ള ആഗ്രഹത്താലാണ് ഇത് എഴുതുന്നത്. A follower of Mahatma Gandhi. So maybe that portion of truth comes from there. Spirits of truth. അപ്പം സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മാലാഖ എന്നുള്ളത് അവിടെ മഹാത്മാഗാന്ധിജിയെ എന്താണ് പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു സ്വാധീനം. ആ സമയത്ത് മഹാത്മാഗാന്ധിയുടെ ടീച്ചിങ്സും ഒക്കെ ആ ഒരു കവിതയിൽ ഈ ഒരു വരികൾ എഴുതാൻ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. Spirits of love. Here love, angel of love, is being compared to 1,000 stars in the sky, shining bright. സ്പിരിറ്റ് ഓഫ് ലവ്, അതായത് സ്നേഹത്തിൻ്റെ മാലാഖമാരെ ഇവിടെ എന്താണ് ആകാശത്തുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. This may be the 1,000 people who are behind her, who are there in the struggle for freedom. അപ്പോൾ ഇവിടെ ഈ 1000-ഓളം നക്ഷത്രങ്ങൾ എന്ന് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, കവിയുടെ ഒപ്പമുള്ള ആയിരക്കണക്കിന് മനുഷ്യരായിരിക്കും. കവിയെ പോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിനായി സ്ട്രഗിൾ ചെയ്യുന്ന സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഇന്ത്യയിലെ മനുഷ്യരെ പറ്റിയായിരിക്കാം ഈ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെന്ന് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്.
who shine brightly for a free India. That may be ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് തിളങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. there in poet's mind. The poet compares the spirits of love to the stars that shine. അപ്പോൾ ഇവിടെ പോയറ്റ് പറയുന്നു, കവി പറയുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ മാലാഖമാരെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണെന്ന്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കവി ഉദ്ദേശിക്കുന്നത്? മില്യൺസ് ഓഫ് പീപ്പിൾ ഫൈറ്റിംഗ് ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇവിടെ ആ നക്ഷത്രങ്ങളായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. Spirits of peace compared to a flowing river. So peaceful. Maybe she is in a land where there is lack of peace. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പിരിറ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ മാലാഖമാരെ ഒരു ശാന്തമായി ഒഴുകുന്ന നദിയുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ കവി ആ സമയത്ത് എന്താണ്, സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത, സമാധാനമില്ലാത്തൊരു നാട്ടിലായിരുന്നു ജീവിക്കുന്നത്, അല്ലേ? Fights all around. Maybe her mind wishes for a land where there is peace, where there is love, where അപ്പം കവി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ചുറ്റും അക്രമങ്ങൾ നടക്കുന്നൊരു സമയമായിരുന്നു, സ്വാതന്ത്ര്യമില്ലാത്തൊരു സമയമായിരുന്നു. അപ്പം കവിയുടെ മനസ്സെന്താണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു, അല്ലേ? സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. there is truth in the mind അതേപോലെ തന്നെ സത്യമുള്ളൊരു നാടിന് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. of the people, where the people are considered as one citizen. എങ്ങനെയുള്ളൊരു ലാൻഡ് വേണമെന്നായിരുന്നു കവി ആഗ്രഹിച്ചിരുന്നത്? സ്നേഹവും സമാധാനവും എല്ലാമുള്ള ഒരു സ്ഥലം വേണം. അവിടെ ആളുകളെല്ലാം ഒറ്റക്കെട്ടാണ്, ഒറ്റ സിറ്റിസണാണെന്ന്, ഒറ്റ പൗരന്മാരാണെന്നുള്ള ബോധമുള്ള ഒരു നാട് വേണമെന്നുള്ള ആഗ്രഹമാണ് കവിക്കുണ്ടായിരുന്നത്. Land where truth, peace and love persist. Together അപ്പം കവി സ്വപ്നം കണ്ടത് എങ്ങനത്തെ ഒരു സ്ഥലമാണ്, എങ്ങനത്തെ ഒരു നാടിന് വേണ്ടിയിട്ടാണ്? സ്നേഹവും അതുപോലെ തന്നെ സമാധാനവും സത്യവും നിലനിൽക്കുന്ന ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് കവി ആഗ്രഹിച്ചത്. among the people of the country. സ്പിരിറ്റ്സ് ഓഫ് പീസ് were the streams that followed. അപ്പോൾ സ്പിരിറ്റ്സ് ഓഫ് പീസിനെ ഇവിടെ, അതായത് എന്താണ്, സമാധാനത്തിൻ്റെ മാലാഖമാരെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ പോയറ്റ് ലോങ്സ് കമ്പയർ ടു ദ സ്ട്രീംസ്, നദികളുമായിട്ട് ആണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദ പോയറ്റ് ലോങ്സ് ഫോർ എ ലാൻഡ് ഓഫ് പീസ്. അപ്പം കവി ഇവിടെ ഒരു എന്താണ്, സമാധാനമുള്ളൊരു നാടിന് വേണ്ടി ആഗ്രഹിക്കുന്നു. വിച്ച് ഈസ് ആസ് ക്ലിയർ ആസ് സ്ട്രീംസ്, അതായത് അരുവികൾ പോലെ ശാന്തമായിട്ടുള്ള എന്താണ്, ശാന്തതയുള്ള ഒരു സമാധാനമുള്ള ഒരു നാടിന് വേണ്ടിയിട്ട് കവി ആഗ്രഹിക്കുന്നു. കാരണം കവി ജീവിച്ചിരുന്ന കാലഘട്ടം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമായിരുന്നു. അതിനാലാണ് ഇത്തരത്തിൽ എഴുതിയിരിക്കുന്നത്. Okay, so I hope you got the first answer clearly. It is, the poet is in a dreamland in her sleep and she wishes for. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റാൻസയുടെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ആദ്യത്തെ സ്റ്റാൻസയിൽ? പോയറ്റ്, കവി ഒരു എന്താണ്, ഒരു ഡ്രീം ലാൻഡിലാണ്, ഒരു സ്വപ്ന ലോകത്താണ്. അവിടെ ആ സ്വപ്ന ലോകത്ത് വെച്ച് കവി എന്താണ് ആഗ്രഹിക്കുന്നത്? A land of peace, truth and love. സമാധാനവും സ്നേഹവും സത്യവുമുള്ളൊരു നാട് ലഭിക്കാനായിട്ടാണ് കവി ആഗ്രഹിക്കുന്നത്. Clear, children? അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആണല്ലോ, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം, ദ പോയറ്റ് ഡ്രീംസ് ഓഫ് എ മാജിക്കൽ ലാൻഡ് വെയർ ലവ്, പീസ് ആൻഡ് ട്രൂത്ത് എക്സിസ്റ്റ്. അപ്പോൾ കവി സ്വപ്നം കാണുന്നത് ഒരു മാജിക്കൽ, ഒരു മായാ ലോകമാണ്. ആ ലോകത്ത് സ്നേഹവും സമാധാനവും അതുപോലെ തന്നെ സത്യവും നിലനിൽക്കുന്നുണ്ട്. പ്രോബബ്ലി ഷീ ഈസ് ഡ്രീമിങ് ഓഫ് എ ഫ്രീ ഇന്ത്യ വെയർ ദ ഐഡിയൽസ് ഓഫ് ഗാന്ധിജി ആർ ഹൈലി വാല്യൂഡ്. അപ്പം അവിടെ ഈ കവിതയിൽ ഉറപ്പായി കവി ഉദ്ദേശിക്കുന്നത് ഒരു സ്വാതന്ത്ര്യം ലഭിക്കേണ്ട ഇന്ത്യയെപ്പറ്റി ആണ്. കാരണം അന്ന് സ്വാതന്ത്ര്യം ലഭിക്കാത്ത സമയത്താണ് ഈ കവിത എഴുതുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ പറ്റിയാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.
ആ സ്വാതന്ത്ര്യം ലഭിക്കുകയും വേണം. അതോടെ അവിടെ ഗാന്ധിജിയുടെ വാക്കുകൾക്ക് നല്ല വില കൊടുത്തിരിക്കുന്ന സമയവുമായിരുന്നു. എന്ന് വെച്ചാൽ ഗാന്ധിജിയാണല്ലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പോരാടിയ ഒരു ധീരൻ. Now let us recite the stanza together, shall we? Once ഇനി നമുക്ക് ഒരുമിച്ച് ഈ കവിത പാടാം. in the dream of a night I stood, lone in the light of a magical wood. Soul deep in visions that poppy-like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed, in that magical wood, in the land of sleep. You have gone through the first stanza of the poem, right? Okay, fine. Now it's question time. I'm going to ask you some questions based on the stanza. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ആദ്യത്തെ സ്റ്റാൻസ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. Are you ready? നിങ്ങളെല്ലാം റെഡിയാണോ? Here comes the first question. Have you ever been in a land of imagination in your dreams? അപ്പം നിങ്ങൾ സ്വപ്ന ലോകത്ത് എപ്പോഴെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭാവനയിലുള്ള സ്വപ്ന ലോകത്ത്? Of course. So just note it down in your English notebook and then send them to your teacher. അപ്പം നിങ്ങൾ സങ്കല്പിച്ച ഒരു സ്വപ്ന ലോകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. Shall I move on to the second question? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What are the spirits of truth compared to? ഇവിടെ സത്യത്തിൻ്റെ മാലാഖമാരെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? That's right. It is compared to the birds that sing. സത്യത്തിൻ്റെ മാലാഖമാരെ പാട്ട് പാടുന്ന പക്ഷികളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. What are the spirits of love compared to? സ്നേഹത്തിൻ്റെ മാലാഖമാരെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? That is correct. It is compared to the stars that glow. തിളങ്ങുന്ന നക്ഷത്രങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. And what about spirits of peace? സമാധാനത്തിൻ്റെ മാലാഖമാരെയോ? Spirit of peace is compared to a flowing river. സമാധാനത്തിൻ്റെ മാലാഖമാരെ ഒഴുകുന്ന ഒരു നദി അല്ലെങ്കിൽ അരുവിയുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, താരതമ്യം ചെയ്തിരിക്കുന്നത്. Ready for the next question? Why are the spirits of truth as compared to the birds that sing? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് സത്യത്തിൻ്റെ മാലാഖമാരെ പാടുന്ന പക്ഷികളുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നത്? Yes, because to whichever place the birds fly, they spread a positive vibration. Okay, so maybe the poet feels that spirits of truth must be compared to a bird that sing because of the positive vibration. Clear, children? അപ്പം സത്യത്തിൻ്റെ മാലാഖമാരെ കമ്പയർ ചെയ്തിരിക്കുന്നത് പാടുന്ന പക്ഷികളുമായിട്ടാണ്. കാരണം എവിടെയൊക്കെ ഈ പക്ഷികൾ പറന്നുപോയി പാടിയാലും അവിടെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ ലഭിക്കുന്നു. അതുകൊണ്ടാണ് സത്യത്തിൻ്റെ മാലാഖമാരെ പാടുന്ന പക്ഷികളുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. Here comes the last question. What are the soulful visions compared to? അപ്പോൾ എന്താണ് ഇവിടെ സോൾഫുൾ വിഷൻ എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ്? സോൾഫുൾ വിഷൻസ് പോപ്പീസുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. The poem is beautiful, isn't it? What makes the poem beautiful? You love to listen to a poem. You love reading a poem. What makes it beautiful?
അപ്പം ഈ കവിത വളരെ മനോഹരമാണല്ലേ? നിങ്ങൾക്കെല്ലാം കവിത വായിക്കാൻ ഇഷ്ടമാണ്. ഒരു കവിതയെ സുന്ദരമാക്കുന്നത് എന്താണ്? The rhyme, the rhythm, the tone in the poem makes it beautiful. കവിതയിലെ റൈം അല്ലെങ്കിൽ റിതം, ആ കവിതയുടെ ടോണാണ് ആ കവിതയെ സുന്ദരമാക്കുന്നത്. Let's go through the poem and identify the devices. First one is rhyming words. I'm sure all of you know to identify a rhyming word. അപ്പോൾ ആദ്യം നമുക്ക് റൈമിംഗ് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. എല്ലാവർക്കും റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് അറിയാം അല്ലേ? What is the specialty of rhyming words? എന്താണ് അതിൻ്റെ That's സ്പെഷ്യാലിറ്റി? right. It has the same sound. The word which sounds the same are rhyming words. സെയിം സൗണ്ട്, അതുപോലെ ഒരേപോലെ ഉച്ചാരണം വരുന്ന ശബ്ദങ്ങളെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവസാനിക്കുമ്പോൾ ഒരേപോലത്തെ സൗണ്ട് വരുന്ന വാക്കുകൾ. Can, man, bit, sit all come under ക്യാൻ, മാൻ, ബിറ്റ്, സിറ്റ് ഇതെല്ലാം റൈമിംഗ് വേർഡ്സിന് എക്സാമ്പിൾസ് ആണ്. rhyming words. Let us identify the rhyming words of the first stanza. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? What will be the rhyme scheme of that stanza? That's correct. A, B. അപ്പോൾ ഇവിടുത്തെ റൈമിംഗ് സ്കീം എങ്ങനെയാണ് പോയേക്കുന്നത്? എ എ ആദ്യം സ്റ്റുഡ്, പിന്നെ വുഡ്. അപ്പോൾ അത് രണ്ടും ഒരേപോലെയാണ് ഉച്ചാരണം വിടുന്നത് അല്ലേ? അത് എ എ, ബി ബി, സി സി, ഡി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. B, C, C, D. Clear? അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? സ്റ്റുഡ്, വുഡ്, സ്പ്രാങ്, സാങ്, ഗ്ലോഡ്, ഫ്ലോഡ്. Rhyming words, rhyme scheme, images. How many sense organs do you have? 5. നിങ്ങൾക്ക് എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? 5 എണ്ണം ഉണ്ടല്ലേ? 5 sense organs. Which are they? Eyes ഏതൊക്കെയാണ്? കണ്ണുകൾ. for seeing, കണ്ണെന്തിനാണ്? കാണാൻ. ears, ചെവി, കേൾക്കാൻ. hearing, nose, മൂക്ക്, മണക്കാൻ. smelling, tongue, tasting, ടങ്ക്, ടേസ്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ നാക്ക് ടേസ്റ്റ് ചെയ്യാൻ. and skin for touch or feel. പിന്നെ നമ്മുടെ സ്കിൻ, അത് എന്താണ്? തൊടുന്നത്, ഫീൽ ചെയ്യാൻ അല്ലേ? Right? Same way, we have 5 images. First one is 5 സെൻസ് ഓർഗൻസ് ഉള്ള പോലെ നമുക്ക് 5 തരത്തിലുള്ള ഇമേജസും ഉണ്ട്. visual image, ഒന്നാമത്തത് വിഷ്വൽ ഇമേജ്, which you are able to see when you are reading the line. വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ചിത്രീകരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഇമേജസിനെയാണ് വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. Imagine a balloon. Are you able to see that? അപ്പോൾ നിങ്ങൾ ഒരു ബലൂൺ എന്ന് ഇമാജിൻ ചെയ്യുക, ചിന്തിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലേ? അതൊരു വിഷ്വൽ ഇമേജ് ആണ്. It may be of red color or blue color, a balloon in your mind. So that comes as visual images. Let's identify the visual images that come in the first stanza. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിൽ വരുന്ന വിഷ്വൽ ഇമേജസ് നമുക്ക് കണ്ടെത്താം. Birds, river, stars, poppies. Okay? Next ഇവയെല്ലാം ഇതിലെ വിഷ്വൽ ഇമേജസ്. one is auditory image.
Auditory, audio, radio, some connection, something. അപ്പോൾ അടുത്ത ടൈപ്പ് ഇമേജ് ഓഡിറ്ററി ഇമേജ് ആണ്. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ ഓഡിയോ, റേഡിയോ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ, കേൾക്കുന്ന, പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇമേജസ് ആണ്. Which you can hear when you're reading the line, which sound you are able to hear. For example, an engine. You are able to hear the sound of an engine. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും, അതായത് അത് വായിക്കുമ്പോഴേ അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് മനസ്സിൽ കേൾക്കാൻ സാധിക്കുന്നതിനെയാണ് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എൻജിൻ. എൻജിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സൗണ്ട് കേട്ടല്ലേ. അപ്പോൾ അതുപോലെ എൻജിൻ്റെ സൗണ്ട് എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലറിയാം. അപ്പോൾ അങ്ങനെ പറയുന്ന വേർഡ്സ്, ആ ഒരു വേർഡ് പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് മനസ്സിൽ വരുന്നതിനെയാണ് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. Rain. The sound റെയിൻ എന്ന് പറയുമ്പോഴേ നമുക്ക് റെയിൻ്റെ ശബ്ദം എന്താണെന്ന് അറിയാം അല്ലേ. of the rain falling. All these are auditory images. ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും വേരിയസ് സൗണ്ട്സ്. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐഡൻറ്റിഫൈ ദ വേരിയസ് സൗണ്ട് ആൻഡ് റൈറ്റ് ദ സെൻറ്റൻസസ് ബിഗിനിങ് വിത്ത് ഐ ക്യാൻ ഹിയർ. നിങ്ങൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കണ്ടെത്തിയിട്ട് ആ സെൻറ്റൻസ് ഐ ക്യാൻ ഹിയർ എന്നുള്ള രീതിയിൽ, അത് ഐ ക്യാൻ ഹിയർ എന്ന് തുടങ്ങുന്ന രീതിയിൽ എഴുതുക. Let's see the auditory images in the first stanza. നമുക്ക് ആദ്യത്തെ സ്റ്റാൻസയിലെ ഓഡിറ്ററി ഇമേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Singing birds. That's പക്ഷികൾ പാടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് എന്താണ്, കേൾക്കാൻ പറ്റും. ഇപ്പോൾ സിംഗിങ് ബേർഡ്സ്. correct. Then next one, flowing streams. These are the two auditory images which come in the first stanza. അതുപോലെ ഫ്ലോയിങ് സ്ട്രീംസ്, ഒഴുകുന്ന നദികൾ, അതിൻ്റെ ശബ്ദവും നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ രണ്ട് ഓഡിറ്ററി ഇമേജസ് ആണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ വന്നിരിക്കുന്നത്. Olfactory image, which is a sense of smell. ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മണക്കാൻ സാധിക്കും അല്ലേ. ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അതിൻ്റെ മണം നമുക്ക് അറിയാൻ സാധിക്കും. അതിനെയാണ് ഓൾഫാക്ടറി ഇമേജസ് എന്ന് പറയുന്നത്. Which line or which is that which brings you sense of smell in the first stanza? ഫസ്റ്റ് സ്റ്റാൻസിൽ അപ്പോൾ ഒരു ഓൾഫാക്ടറി ഇമേജ് നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? That's right. Smell of poppy flowers. So സ്മെൽ ഓഫ് പോപ്പി ഫ്ലവർ അല്ലേ. പോപ്പി ഫ്ലവറിൻ്റെ സ്മെല്ല്. that's the only olfactory image which comes in the first stanza. ഫസ്റ്റ് സ്റ്റാൻസിൽ ഉള്ള ആകെ ഒരു ഓൾഫാക്ടറി ഇമേജ് അതാണ്. Now look at this line. Soul deep in visions that poppy like sprang. ഈ വരികളിലേക്ക് നോക്കിയേ. സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. Is the poet comparing? Yes, poet is comparing her visions to poppies. Is there any particular ഇവിടെ കവി താരതമ്യം ചെയ്യുകയാണോ? ആണല്ലേ. കവി തൻ്റെ ചിന്തകളെ പോപ്പി ഫ്ലവറുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. word which is used for this comparison? Yes, ഈ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വേർഡ്, ഒരു പ്രത്യേക വേർഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ? I can hear that. That's correct. Like. So here the poet compares visions to poppies by using അപ്പോൾ ഇവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടാണ്, അതായത് പോയിറ്റിൻ്റെ ചിന്തകളെ പോപ്പി ഫ്ലവറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് ലൈക്ക് എന്ന വേർഡ് ഉപയോഗിച്ചാണ്. a word like.
So, similar comparison using the words like or as termed as a simile. അപ്പം സിമിലർ വേർഡ്സ് ലൈക്കും ആസും ഉപയോഗിച്ചിട്ട് താരതമ്യം ചെയ്യുന്നു ഒരുപോലത്തെ വാക്കുകളെ. അതിനെയാണ് സിമിലി എന്ന് അറിയപ്പെടുന്നത്. There are some other comparisons in the first stanza. Let us see it. സിമിലി, ഇനി ഇതുപോലത്തെ കുറേ കമ്പാരിസൺസ് താരതമ്യമുണ്ട്. സിമിലി എന്താണ്? ഉപമയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ബാക്കി കമ്പാരിസൺസ് നമുക്ക് നോക്കാം ഇത് കവിതയിലുള്ള. The angel of truth is compared to the birds that sing. സത്യത്തിൻ്റെ മാലാഖയെ പാടുന്ന പക്ഷികളുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. The angel of peace is compared to the flowing river. സമാധാനത്തിൻ്റെ മാലാഖയെ ഒഴുകുന്ന ശാന്തമായ അരുവികളുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. The angel of love is compared to the glowing stars. സ്നേഹത്തിൻ്റെ മാലാഖയെയോ തിളങ്ങുന്ന നക്ഷത്രങ്ങളുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. But are they compared with the words like or as? അപ്പോൾ ഈ വാക്കുകൾ ലൈക്കും ആസും ഉപയോഗിച്ചാണോ കമ്പയർ ചെയ്തിരിക്കുന്നത്? No. അല്ല. They are direct comparison. So ഇവയെല്ലാം ഡയറക്റ്റ് ആയിട്ട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. such comparison comes in the category metaphor. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് വാക്കുകൾ എവിടെയാണ്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? മെറ്റഫർ, അലങ്കാരം. രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ. Draw two columns, column A and column B. There are രണ്ട് കോളം വരയ്ക്കുക, എയും ബിയും. some examples given before you, and you are supposed to write the similes in column A and metaphors in column B. അപ്പോൾ ആദ്യത്തേതിൽ സിമിലീസ് എന്ന് എഴുതുക, രണ്ടാമത്തേതിൽ മെറ്റഫർ എന്നും എഴുതുക. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഞാൻ പറഞ്ഞു ആസും ലൈക്കും വരികയാണെങ്കിൽ അതെന്താണ്? സിമിലിയാണ്, ഉപമയാണ്. അപ്പം അത് സിമിലീസിൽ എഴുതാം. അത് ഡയറക്റ്റായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതെന്താണ്? മെറ്റഫറാണ്. Children, do you like tongue twisters? Here is one. ടങ് ട്വിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? This is a very common one. She sells seashells on the seashore. ഇത് വളരെ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? ഷീ സെൽസ് seashells on the seashore. Can you repeat? നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? She sells seashells on the seashore. Yes, that's one. Do you need another one? Okay. ഒരെണ്ണം കൂടി വേണോ നിങ്ങൾക്ക്? Before that, I am going to ask you a question. Which sounds are repeated? S and sh sound. അപ്പോൾ ഇവിടെ ഏതൊക്കെ സൗണ്ടുകളാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? ഷീ സെൽസ് seashells on the seashore. ഷ് സ് ആണ് അല്ലേ? Sounds are repeated. When such repetition comes, we call it alliteration. അപ്പോൾ ഇത്തരത്തിലുള്ള റെപ്പറ്റീഷൻ വരുമ്പോൾ അതിനെ അലിറ്ററേഷൻ എന്നാണ് പറയുന്നത്. Repetition of consonant sound. Here is another one. Betty bought some butter, but the butter was bitter, so Betty bought some better butter to make the bitter butter better. Is any sound repeated here? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ?
Yes, the sound B is repeated. ബ എന്ന് പറഞ്ഞ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. When same sound repeats in the same line, it is an example of alliteration. അപ്പോൾ ഒരേ ലൈനിൽ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ അലിട്രേഷൻ എന്ന് പറയാം. As in the first case, S, Sh, second case, B. Clear? Let's find out examples of alliteration in the first stanza. നമുക്ക് ആദ്യത്തെ സ്റ്റാൻസയിലെ അലിട്രേഷൻസ് കണ്ടുപിടിക്കാം. Yes, you are correct. Lone in the light. ലോൺ ഇൻ ദ ലൈറ്റ്. Is there any other? ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? Hope you got an idea of the first stanza. Go through the poem and keep a picture in your mind. Now it's time for the assignment. First, അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. എന്നിട്ട് ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ ഡിക്ഷണറിയിൽ റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നൊരു അസൈൻമെൻ്റ് ഉണ്ട്. one, prepare a profile of Nightingale of India, Sarojini Naidu. സരോജിനി നായിഡുവിൻ്റെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. Second one, write the answers to the questions discussed earlier and send them ഓക്കെ, അടുത്തത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. to your teacher. Hope to see you in the next class. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക്